very warm welcome to everyone, every first year biology students. അപ്പോൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ ബയോളജി സ്റ്റുഡൻസിനും SK ഹെൽപ്പ് ലൈൻ ഫോർ യുയിലേക്ക് സ്വാഗതം. നമ്മൾ +1 സയൻസ് സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 11 ബോട്ടണി ചാപ്റ്റേഴ്സാണ് പഠിക്കാനായിട്ടുള്ളത്. ഈ 11 ചാപ്റ്റേഴ്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പത്താം ക്ലാസ് വരെ നിങ്ങൾ ഓൾറെഡി ബയോളജിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ് ബയോളജി? അതെ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗനിസംസ്. ജീവനുള്ള ഓർഗനിസങ്ങളെക്കുറിച്ച് ഉള്ള പഠനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബയോളജി എന്ന് വിളിക്കുന്നത്. ആൻഡ് ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ബയോളജി? ഫാദർ ഓഫ് ബയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെയാണ് ഫാദർ ഓഫ് ബയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലാണ് ഫാദർ ഓഫ് ബയോളജി എന്ന പേരിൽ അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ്. ഇനി എന്താണ് ബോട്ടണി? ആരാണ് ഫാദർ ഓഫ് ബോട്ടണി എന്ന് നമുക്ക് നോക്കാം. ബോട്ടണി എന്ന് പറയുന്നത് എന്താണ്? ബയോളജിയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ബോട്ടണി ആൻഡ് സുവോളജി. ബയോളജിയെ ബോട്ടണി എന്നും അതുപോലെ തന്നെ സുവോളജി എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ബോട്ടണിയാണ് നമ്മൾ ഈ ചാനലിലൂടെ കൂടുതലും ഡിസ്കസ് ചെയ്യുക. ബോട്ടണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. സസ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോട്ടണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ബോട്ടണിയിൽ പറഞ്ഞു, ബയോളജിയിലെ ഒരു പാർട്ടാണ് ബോട്ടണി. ബോട്ടണിയിലെ 11 ചാപ്റ്റേഴ്സ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ബോട്ടണി? ബോട്ടണി ഈസ് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. ദെൻ ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ഫാദർ ഓഫ് ബോട്ടണി? തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെയാണ് ബോട്ടണിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ആരാണ് സുവോളജിയുടെ പിതാവ്? എന്താണ് സുവോളജി? സുവോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ആനിമൽസ്, അല്ലെ? അനിമൽസിനെ കുറിച്ച്, ജന്തുക്കളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നമ്മളുടെ സുവോളജി. സുവോളജിയുടെ ഫാദർ ബയോളജിയുടെ ഫാദറായിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അതാരാണ്? അരിസ്റ്റോട്ടിൽ തന്നെയാണ്. സോ ഇത്രയും ഒന്നുകൂടി നമുക്ക് നോക്കാം. അരിസ്റ്റോട്ടിലാണ് ഫാദർ ഓഫ് ബയോളജി ആൻഡ് ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗനിസംസ്. ബയോളജിയിലെ 2 പാർട്ടുകളുണ്ട്. ഒന്ന് ബോട്ടണി ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സുവോളജി. ബോട്ടണി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആണ്. സുവോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ആനിമൽസ് ആണ്. സുവോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? അരിസ്റ്റോട്ടിൽ തന്നെയാണ്. അതായത് ബയോളജിയുടെയും സുവോളജിയുടെയും ഫാദർ എന്ന് പറയുന്നത് ആരാണ്? സെയിം ആൾ തന്നെയാണ്, അത് അരിസ്റ്റോട്ടിലാണ്. എന്നാൽ ബോട്ടണി എന്ന് പറയുന്ന സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തിയോഫ്രാസ്റ്റസ് ആണ്. തിയോഫ്രാസ്റ്റസ്, ദി ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് അരിസ്റ്റോട്ടിലാണ് ആദ്യമായി ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് മുന്നിലേക്ക് തന്നത്. അത് അദ്ദേഹം പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തു. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്ലാന്റ്സിനെ അദ്ദേഹം 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അത് ഹെർബുകൾ, ഷ്രബുകൾ, അതുപോലെ തന്നെ ട്രീസ് എന്നിങ്ങനെ 3 ആയിട്ടാണ് അദ്ദേഹം പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. സോ അരിസ്റ്റോട്ടിൽ classified the entire plant group into 3 major categories, and that is first herbs, then shrubs, and then the last category, trees. So Aristotle classified the entire plant kingdom into 3 major categories, that is herbs, shrubs, അതുപോലെ തന്നെ trees. ഇനി he also classified animals on the basis of the blood color. ബ്ലഡിൻ്റെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ അരിസ്റ്റോട്ടിൽ ആനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ദോസ് ആനിമൽസ് ഹു ആർ ഹാവിങ് റെഡ് ബ്ലഡ് സെൽസ്, റെഡ് കളേർഡ് ബ്ലഡ് ഉള്ള ആനിമൽസിനെ ഒരു കാറ്റഗറി ആയിട്ടും അതുപോലെ തന്നെ റെഡ് ബ്ലഡ് ഇല്ലാത്ത ആനിമൽസിനെ എല്ലാം കൂടി ഒരു കാറ്റഗറി ആയിട്ടും അദ്ദേഹം 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആനിമൽസിൻ്റെ കേസിൽ ചുവന്ന രക്തമുള്ളതും ചുവന്ന രക്തം ഇല്ലാത്തതുമായിട്ടുള്ള ആനിമൽസ് എന്ന 2 കാറ്റഗറി. പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹെർബുകൾ, ഷ്രബുകൾ, ട്രീസ്, അങ്ങനെ 3 ഡിഫറെൻറ്റ് കാറ്റഗറി. ഇത് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? ഇതിന് ശേഷം 1758
ആദ്യത്തെ കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരികയാണ്. അത് കണ്ടുപിടിച്ചത് മറ്റാരുമല്ല, ലിനയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് ലിനയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഓക്കെ, ലിനയസ് in the year 1758. So according to Linnaeus, there are two major kingdoms. One is Plantae and the other one is Animaliae. So Linnaeus classified the entire organisms, living organisms, into two major categories or two major kingdoms. And the first kingdom is Plantae and the other one is Animaliae. അപ്പോൾ Plantae എന്നും Animaliae എന്നും രണ്ട് കിങ്ഡംസ് ആയിട്ടാണ് ലിനേസ് എൻറ്റയർ ലിവിങ് ഓർഗനിസത്തെ ക്ലാസിഫൈ ചെയ്തത്. Linnaeus is the scientist who first proposed two kingdom classification in the year 1978, and he classified the entire organisms into Plantae and Animaliae. അപ്പോൾ ലിനേസ് പറഞ്ഞതനുസരിച്ച് രണ്ട് പ്രധാനപ്പെട്ട കിങ്ഡംസ് ആണുള്ളത്. ഒന്നാമത്തെ കിങ്ഡം പ്ലാന്റേയും രണ്ടാമത്തെ കിങ്ഡം അനിമേലിയയും. അപ്പോൾ പ്ലാന്റേ എന്നും അനിമേലിയ എന്നും പറഞ്ഞ് രണ്ട് ഡിഫറെൻറ്റ് കിങ്ഡംസ് ആണ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ്ഡ് ബൈ Linnaeus in 1758, and according to two kingdom classification there are two major kingdoms present, and one is Plantae and the other one is Animaliae. Plantae Animaliae. ഇനി ടു കിങ്ഡം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിൽ പിന്നീട് പറയുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് വരുന്നതിന് മുന്നേ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് മറ്റ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൂടി ഇൻ ബിറ്റ്വീൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്, ഓർത്തിരിക്കാനും ഒക്കെ എളുപ്പമാണ്. അതുകൊണ്ട് ജസ്റ്റ് അതുകൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് പോകാവുന്നതാണ്. ഇനി ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാൽ അപ്പോൾ ഏത് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരിക്കും നെക്സ്റ്റ് വന്നിട്ടുണ്ടാവുക? ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. That is 3 kingdom classification. Two kingdom classification ശേഷം വന്നിട്ടുള്ള കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് 3 kingdom classification. അപ്പോൾ 3 kingdom classification കണ്ടുപിടിച്ചത് ഹെക്കിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. In the year 1860, 1860 3 kingdom classification കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഹെക്ക് കണ്ടുപിടിച്ച 3 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉള്ള 2 കിങ്ഡംസ് ഇത് തന്നെയാണ്, പ്ലാന്റേയും അനിമേലിയാണ്. അപ്പോൾ ഹെക്കിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? അതാണ് മിക്കവാറും എൻട്രൻസ് എക്സാമിനേഷനൊക്കെ ചോദിക്കുന്നത്. വാട്ട് വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദി സയൻറ്റിസ്റ്റ് ഹെക്കൽ? ഹെക്കലിൻ്റെ കോൺട്രിബ്യൂഷൻ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡമാണ്, പ്രോട്ടിസ്റ്റ. സോ ഹി ഇൻട്രൊഡ്യൂസ്ഡ് യെറ്റ് അനദർ കിങ്ഡം ദാറ്റ് ഈസ് വിത്ത് ദ നെയിം പ്രോട്ടിസ്റ്റ. ഇപ്പോൾ പ്ലാന്റേയും അനിമേലിയയും അല്ലാതെ മൂന്നാമതൊരു കിങ്ഡം കണ്ടുപിടിക്കപ്പെട്ടത്, അല്ലെ മൂന്നാമതൊരു കിങ്ഡം ഉണ്ടാക്കിയെടുത്തത് ഹെക്കിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റേക്ക് മുന്നേ ആയിട്ട് ഒരു പെർട്ടിക്കുലർ കിങ്ഡം കൂടി കണ്ടുപിടിക്കപ്പെട്ടു. അതേതാണ്? പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡം. അപ്പോൾ ഇപ്പോൾ 3 കിങ്ഡംസ് ആണുള്ളത്, പ്രോട്ടിസ്റ്റ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. സോ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചത് ഹെക്കിളാണ്, ഏൺസ്റ്റ് ഹെക്കിൾ എന്നാണ് ഫുൾ നെയിം. In the year 1860, and he introduced a new kingdom with the name Protista. Protista എന്ന് പറയുന്ന ഒരു പുതിയ കിങ്ഡം ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇനി 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് അടുത്തതായിട്ട് വരുന്നത്. 4 കിങ്ഡം. ഫോർ കിങ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചത് കോപ്ലാൻഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ഇൻ ദ ഇയർ 1956, 1956 കോപ്ലാൻഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്
നാലാമതായി പുതിയൊരു കിങ്ഡത്തെ കൂടി കണ്ടെത്തിയത്. അപ്പോൾ 3 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പ്രോട്ടിസ്റ്റ, പ്ലാന്റേ ആൻഡ് അനിമേലിയ ഇങ്ങനെ 3 ഡിഫറെൻറ്റ് കിങ്ഡംസ് കണ്ടെത്തിയെങ്കിലും നാലാമതായി ഒരു കിങ്ഡത്തെ കണ്ടെത്തിയത് കോപ്ലാൻഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. 1956 ഇദ്ദേഹം ഇത് കണ്ടെത്തുന്നത്. ഇദ്ദേഹം കണ്ടെത്തിയ നാലാമത്തെ കിങ്ഡം മൊണീറ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ 4 ഡിഫറെൻറ്റ് കിങ്ഡംസ് ഉണ്ട്: മൊണീറ, പ്രോട്ടിസ്റ്റ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. അപ്പോൾ 4 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 4 കിങ്ഡംസ് ആണുള്ളത്. ഒന്നാമത് മൊണീറ, രണ്ടാമത് പ്രോട്ടിസ്റ്റ, മൂന്നാമത് പ്ലാന്റേ ആൻഡ് ലാസ്റ്റ് അനിമേലിയ. ഓക്കെ, അപ്പോൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ലിനേസ് ആണ് കണ്ടെത്തിയത്. ലിനേസ് 2 ആയിട്ടാണ് എൻ്റയർ ഓർഗനിസം തരംതിരിച്ചത്, പ്ലാന്റേ ആൻഡ് അനിമേലിയ എന്ന്. അത് 1758 ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അതിനുശേഷം ഹെക്കൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചു. അദ്ദേഹം മൂന്നാമതായിട്ടൊരു കിങ്ഡത്തെ കൂടി നമുക്ക് സംഭാവന ചെയ്തു. അത് പ്രോട്ടിസ്റ്റ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹം അത് 1860 കണ്ടെത്തിയത്. ഇനി മൂന്നാമതായിട്ട് വന്ന ക്ലാസിഫിക്കേഷനാണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതായത് ഫസ്റ്റ് 2 കിങ്ഡം, പിന്നെ 3 കിങ്ഡം, പിന്നെ 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. അത് കണ്ടെത്തിയത് കോപ്ലാൻഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. 1956 അദ്ദേഹം 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടെത്തിയത്. ഇനി ഇദ്ദേഹം പറഞ്ഞ ഈ 4 കിങ്ഡം എന്ന് പറയുന്നതിലേക്ക് പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ട കിങ്ഡം എന്ന് പറയുന്നത് മൊണീറയാണ്. അപ്പം മൊണീറ, പ്രോട്ടിസ്റ്റ, പ്ലാന്റേ ആൻഡ് അനിമേലിയ ഇങ്ങനെ 4 ഡിഫറെൻറ്റ് കിങ്ഡംസ് ആണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചത് R.H. വിറ്റാഗർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. R.H. വിറ്റാഗർ in the year 1969 1969 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ R.H. വിറ്റാഗർ പ്രപ്പോസ് ചെയ്യുന്നത്. ഇദ്ദേഹം പ്രപ്പോസ് ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 5 ഡിഫറെൻറ്റ് കിങ്ഡംസ് ആണുള്ളത്. അതിൽ 4 നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്: മൊണീറ, പ്രോട്ടിസ്റ്റ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ആ 5ാമത്തെ കിങ്ഡമാണ് R.H. വിറ്റാഗറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അത് ഫംഗയാണ്. സോ നൗ the contribution, who contributed fungi എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? R.H. വിറ്റാഗർ ആണ്. അപ്പോൾ R.H. വിറ്റാഗറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലുള്ള 5 ഡിഫറെൻറ്റ് കിങ്ഡംസ് ഏതൊക്കെയാണ്? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. ഇനി നമുക്ക് ഇത്രയും നേരം പഠിച്ചത് ഒന്നുകൂടി നോക്കാം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ആദ്യമേ അരിസ്റ്റോട്ടിലാണ് ഒരു സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ പ്ലാന്റ്സിനെ ആനിമൽസിനെ ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹം പ്ലാന്റിനെ എന്തൊക്കെയായിട്ട് തിരിച്ചു? ഹെർബ്, ഷ്രബ്, ട്രീസ് എന്നിങ്ങനെ 3 തരംതിരിച്ചു. ആനിമൽസിനെ റെഡ് ബ്ലഡ് ഉള്ളതും ഇല്ലാത്തതും എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. ഇനി പിന്നീട് വന്ന അഡ്വാൻസ്ഡ് ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തേത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ്. ദാറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ലിനേയസ്. ലിനേയസ് പ്രപ്പോസ് ചെയ്തത് 1758 അദ്ദേഹം 2 ആയിട്ടാണ് ഓർഗനിസങ്ങളെ തരംതിരിച്ചത്. 2 ഡിഫറെൻറ്റ് കിങ്ഡംസ് ആയിട്ടാണ് ഓർഗനിസങ്ങളെ തരംതിരിച്ചത്. ഏതൊക്കെയാണ്? പ്ലാന്റേയും അനിമേലിയുമായിട്ട്. അതിനുശേഷം ഹെക്കൽ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തു 1860. അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പായിരുന്നു. പിന്നീട് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. ആ 4 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ മൊണീറയായിരുന്നു കോൺട്രിബ്യൂഷനായിട്ട് വന്നത്. ഇത് കണ്ടുപിടിക്കപ്പെട്ടത് 1956. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് R.H. വിറ്റാഗറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. R.H. വിറ്റാഗറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലുള്ള 5 ഡിഫറെൻറ്റ് കിങ്ഡംസ് ഏതൊക്കെയാണ്? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ ആൻഡ് അനിമേലിയ.